എന്താ ശാരദ? തല ചുറ്റി വീണു, ആശുപത്രി കൊണ്ടേയിരിക്കുക. ആരുടെ കാര്യം നീ പറയുന്നു? സതി ചേച്ചിയുടെ. അവര് എക്സസൈസ് ചെയ്തോണ്ടിരിക്കുമ്പോഴേ തലയുറ്റി വീണു. BP ഒക്കെ കൂടിയെന്ന് പറയുന്ന കേട്ട്. എനിക്കും എന്തോ ഒരു മന്ദത. മാർക്കറ്റിൽ പോയിട്ട് അതാ പകുതി വഴിക്ക് തിരിച്ചു വന്നേ. അയ്യോ, എന്താ നാത്തൂനെ? എന്താന്ന് അറിഞ്ഞൂടാ, ആകെ ഒരു ക്ഷീണം. നാത്തൂൻ വാ, മാർക്കറ്റിലേക്ക് ഞാനും വരാം. വാ. അയ്യോ, ഞാനല്ലേ വരുന്ന കൂടെ. എന്തൊക്കെ വാങ്ങാനുണ്ട്? എന്താ ചേട്ടത്തി എന്താ? മാർക്കറ്റിൽ ചേട്ടത്തി ബോധം കെട്ടി വീണെന്ന് ശാരദ ആശുപത്രി കൊണ്ടുപോയിരിക്കുക. ഈശ്വര, നീ വാ. അയ്യോ, പയ്യെ പയ്യെ എനിക്ക് കിടക്കണം വിശ്വേട്ടാ. മുകളിലോട്ട് പോ. ഇതെന്ത് പിഴച്ചു? എന്ത് പിഴച്ചെന്നാ? ഞാനിതിനെ എന്റെ അസുഖം ഭേദമാവട്ടെ ഞാൻ നിനക്കിട്ട് വെച്ചിട്ടുണ്ട്. മെല്ലെ വാ. അറിയാലോ, ചിപ്സും നട്ട്സും എല്ലാം വാരി തിന്ന് കൊളസ്ട്രോള് 300, അതുപോലെ പ്രഷർ. ആഹാരം കൺട്രോൾ ചെയ്യണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇരിക്കെ. ഓടാനൊരു രസം കിട്ടാൻ വേണ്ടി ചെയ്തു പോയതാ വിശ്വേട്ടാ. ചേച്ചി, ചേച്ചിയുടെ ഉപദേശം കേട്ടിട്ടാ. നിങ്ങളൊന്നും മിണ്ടണ്ട. മത്സരിക്കാൻ വേണ്ടിട്ടല്ലേ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കും. മിണ്ടണ്ടെന്നല്ല പറഞ്ഞത്. നിർത്തി വിശ്വേട്ട, എല്ലാം നിർത്തി. എന്റെ സതി, ഒന്നും നിർത്തേണ്ട കാര്യമില്ല. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ രീതികളുണ്ട്. ആ രീതിക്ക് കാര്യങ്ങൾ ചെയ്യണം. ഒരുപാട് തിരക്കുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഉപകരണമാണിത്. വീടിനകത്ത് വെച്ച് അവരവരുടെ സൗകര്യത്തിനൊത്ത് വ്യായാമം ചെയ്യാം. അങ്ങനെയുള്ളവരത് കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോ വെല്ലുവിളിക്കാൻ വേണ്ടിട്ടല്ലേ, അല്ലാതെ ഇങ്ങനൊക്കെ ഞാൻ പറയാ സാറേ. മിണ്ടരുതെന്നല്ല പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ലല്ലോ സതി? ഇല്ല വിശ്വേട്ട. മെല്ലെ മെല്ലെ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു സതി? പാവം. ഒരാൾ അസുഖമായി കിടക്കുമ്പോ ഒരിക്കലും കളിയാക്കാൻ പാടില്ലെന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് എന്തായാലും ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കുറച്ച് ലഡുവും കാഷ്യൂ നട്ട്സ് ഒക്കെ എടുക്കട്ടെ ലീലാവതി, എന്നിട്ട് ടിവിയും കൂടെ വെക്കാം. എന്താ നരേട്ടാ, ഒരാൾ അസുഖത്തോടു കൂടി ഇരിക്കുമ്പോഴാ. അത് തന്നെ, കഷ്ടമുണ്ട്, പാവം കിട്ടും. അതെ, കഷ്ടങ്ങൾ വരുമ്പോ അനുഭവിക്കാൻ അവരവർ മാത്രമേ കാണൂ. ചിരിക്കുമ്പോ 1000 പേര് കാണും, കൂടെ ചിരിക്കാനും കൈയടിക്കാനും ഒക്കെ. കഷ്ടത വരുമ്പോ ദാ മൂടി പൊതച്ച് കഞ്ഞിയും കുടിച്ച് ക്ഷീണിച്ചിരിക്കാൻ ലീലാവതി മാത്രം ഉണ്ടാവും. ഞാൻ അറിഞ്ഞില്ല, കാഷ്യൂ നട്ട്സിൽ കൊളസ്ട്രോൾ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല നരേട്ടാ. ഈ കൊളസ്ട്രോൾ എന്ന് വെച്ചാൽ എന്തോന്നാണ്? ഈ വെളിച്ചെണ്ണയിലൊക്കെ അതുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊരു ജീവിയാണ്, ഈ കൃമിയൊക്കെ പോലത്തെ. അതൊരു കീടവാ, കൊതുക് പോലെ. എനിക്ക് കഞ്ഞി വേണ്ട. നിന്നെ വിഷമിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. അതല്ല, എനിക്കൊന്ന് കിടക്കണം. ആ, അങ്ങനെ